രണ്ട് തരത്തിലുള്ള ജ്യൂസ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ ഷമാമ് വെച്ചിട്ടാണ് ആദ്യം ജ്യൂസ് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇതാ ഷമാമ് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷമാമ് നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കുറച്ച് പാലൊഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പാൽ മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത്. കടുത്ത വേനലും നോമ്പും ആയതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഓരോ തരത്തിലുള്ള ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഷമാം ജ്യൂസ് ഒരുവിധ ആൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഷമാം ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്, പാലിൽ മാത്രമായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് നല്ല മധുരം ഇടണം. മധുരം കുറച്ചാൽ ഷമാം ജ്യൂസ് യാതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഷമാം ജ്യൂസ് തയ്യാറാക്കുമ്പോൾ പാലിൽ കൂടുതൽ പഞ്ചസാര ഇടണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മധുരം ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് മാത്രം നമുക്ക് മധുരം ഇടാതെ തയ്യാറാക്കാം. ജ്യൂസ് തയ്യാറാക്കി എടുക്കൽ കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ജ്യൂസ് തന്നെയാണിത്. ഞാൻ വൈകുന്നേരത്തിനുള്ള പത്തിരി ഉണ്ടാക്കുന്നൊരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഈത്തപ്പഴം കൂടെ വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ചെറുപഴം, ഈത്തപ്പഴം അതേപോലെ ബദാമും വെച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 5-6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ ലേശം ബദാമും എടുത്തിട്ടുണ്ട്. ഒരു 4 പഴം കൂടി കട്ട് ചെയ്തിട്ട് അതെടുത്തിട്ടുണ്ട്. ചെറിയ പഴമാണ്. അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കാം. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ 2 ജ്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ജ്യൂസിൻ്റെ മീതൊക്കെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് പൗഡറും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.